ഉൽപ്പത്തി പുസ്തകം 25:21-22. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബെക്ക ഗർഭം ധരിച്ചു. അടുത്ത വാക്യം കൂടെ. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. ഈ വാക്യത്തിനകത്ത് നമുക്ക് ഈ വാക്യം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ദൈവത്തോട് ചോദിക്കാൻ പോകുന്ന റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസഹാക്ക്. ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി? റിബെക്കയ്ക്ക് വേണ്ടി ഇസഹാക്ക് പ്രാർത്ഥിച്ചു. ഇസഹാക്ക് ആരാണ്? വാഗ്ദത്ത സന്തതിയാണ്. അബ്രഹാമിന് കർത്താവ് കൊടുത്ത വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്ക്. ആ ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റിബെക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതുവരെയും ഞങ്ങൾക്കൊരു തലമുറയില്ല, ഇതുവരെയും മുൻപോട്ട് പോകാൻ സാധ്യമാത്ത പിശാച് അല്ലെങ്കിൽ ദൈവമാണ് റിബേക്കയുടെ ഗർഭത്തെ അടച്ച് നമുക്ക് ഈ വാക്യം വായിച്ചാൽ മനസ്സിലാക്കാൻ കാണിക്കും. ഇസഹാക്ക് ഒരു വാഗ്ദത്ത സന്തതിയാണ്. ഇസഹാക്കിൻ്റെ ജനനം മുതൽ വാഗ്ദത്തം വിവരിച്ചാലും തീരുന്നതിലും ശ്രേഷ്ഠമേറിയതാണ്. ഇസഹാക്കിൻ്റെ ജനനം മുതൽ വാഗ്ദത്തങ്ങൾ അനവധിയുണ്ട്. വിവരിച്ചാലും തീരുന്നതിലപ്പുറമാണ് അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ. ആമേൻ. അത് വിവരിച്ച് നിന്നാൽ നമ്മുടെ സമയം പോകുമല്ലോ. ഈ വാക്യത്തിനകത്തേക്ക് കടന്നു വരിക. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട റിബേക്കയെ ദൈവം കൂട്ടിച്ചേർത്തു. 24 അധ്യായം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12, 13, 14, 15 ഇങ്ങനെ വായിച്ച് വരുമ്പോൾ 21 അധ്യായത്തിലൊക്കെ വരുമ്പോഴാണ് അബ്രഹാമിന് ദൈവം സാറയ്ക്ക് തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തു. 22 വരുമ്പോൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നു. 24 അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാം വയസ്സേന്ത് വൃദ്ധനായി. ഇസഹാക്കിൻ്റെ വിവാഹ വിഷയത്തെക്കുറിച്ച് 24 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട റിബേക്കയെ ഇസഹാക്കിനോടുകൂടെ ദൈവം കൂട്ടിച്ചേർത്തു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിന് അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ധാരാളം വാഗ്ദത്തമുണ്ടെങ്കിലും വാഗ്ദത്തത്തിന് ഒരുപാട് കാലതാമസങ്ങളുണ്ടെന്ന് ഇസഹാക്കിന് അറിവ് കിട്ടിയിട്ടുണ്ട്. അത് തൻ്റെ പിതാവായ അബ്രഹാമാണ് ഇസഹാക്കിനോട് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നത് ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിട്ടും അതിന് ഒരുപാട് കാലതാമസം വരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. വാഗ്ദത്തം ലഭിച്ചിട്ടും കാലതാമസം വരുത്തുന്ന പ്രതിബന്ധത്തെ ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയാൻ പോകുക. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുന്നത്? അവൻ എനിക്ക് മുൻപായി പുറപ്പെടും, ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ ഖണ്ഡിക്കും, താമ്രവാതിലുകളെ തുറക്കും, ഇരുമ്പോടാമലുകളെ ഖണ്ഡിക്കും, ഞാൻ നിനക്ക് മുൻപായി പോകും. അപ്പോൾ വാഗ്ദത്തം കയ്യിലുണ്ടെങ്കിലും അത് ആമേൻ പ്രാപിച്ചെടുക്കാനുള്ള തടസ്സങ്ങളെ പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വന്ന് വെട്ടിമാറ്റി കളയുകയാണ്. ഇസഹാക്കിന് ഈ അറിവ് കിട്ടിയപ്പോൾ താൻ തീരുമാനിച്ചു, ഞാൻ എന്തായാലും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അബ്രഹാമിന് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇസഹാക്ക് എന്ന വാഗ്ദത്തം കയ്യിൽ പ്രാപിക്കാൻ. അതുകൊണ്ടാണ് ഇസഹാക്ക് ഇത് കേട്ടപ്പോൾ, വാഗ്ദത്തത്തിന് കാലതാമസമുണ്ടെന്ന് കേട്ടപ്പോൾ ഇസഹാക്ക് തീരുമാനിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നവനാണെന്ന് 24 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ വിവാഹ വിഷയത്തിന് വേണ്ടി അബ്രഹാം എലയാസറിനെ അയച്ച്, ഹല്ലേലൂയ, എലയാസറിൻ്റെ കൂടെ റിബേക്ക നടന്നു വരുമ്പോൾ ഇസഹാക്ക് വൈകുന്നേരത്ത് ധ്യാനിപ്പാനായിട്ട് വെളിപ്രദേശത്ത് പോയപ്പോൾ വാഗ്ദത്തം പ്രാർത്ഥിച്ച് വാങ്ങിച്ചവനാണ് ഇസഹാക്ക്. തൻ്റെ മേൽ കിടന്ന വാഗ്ദത്തം താൻ നോക്കി നിൽക്കെ ആമേൻ നടന്നു വരുന്നതും പ്രാപിച്ചതുമായ ചരിത്രമാണ് 24 അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ്. അതുകൊണ്ട് ഹല്ലേലൂയ, വാഗ്ദത്തം മേടിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളെന്ന് ഇസഹാക്കിനറിയാം. ഇസഹാക്ക് വേറെ കാര്യമൊന്നും ചെയ്യാൻ പോയില്ല. തൻ്റെ ഭാര്യ ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ഇസഹാക്ക് 40 വയസ്സിൽ വിവാഹം കഴിച്ചു. ആമേൻ. ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റിബെക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. ചില പ്രാർത്ഥനകൾ ആമേൻ ഹല്ലേലൂയ പെട്ടെന്ന്
പെട്ടെന്ന് ദൈവം നമുക്ക് മറുപടി തരുന്ന പ്രാർത്ഥനകളുണ്ട്. കാലതാമസം വരുത്തുന്ന വിഷയങ്ങളുണ്ട്. വാഗ്ദത്തങ്ങൾ കയ്യിൽ വാങ്ങിച്ചിട്ട് പ്രാപിക്കാതിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കാണാൻ കഴിയുന്നു, ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളായിരുന്നു, ഞങ്ങൾക്കൊരു സന്തതിയെ ലഭിക്കണം. ഇത് മാത്രമായിരുന്നു ഇസഹാക്കിൻ്റെ അന്നത്തെ പ്രാർത്ഥന. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കാര്യം എന്താണ്? അബ്രഹാമിനെ ദൈവ സകലത്തിലും അനുഗ്രഹിച്ചു. അബ്രഹാം തൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് തൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും കൊടുത്തതിനകത്ത് കാണുന്നുണ്ട് തിരുവചനം പഠിക്കുമ്പോൾ. അബ്രഹാമിന് മറ്റുണ്ടായിരുന്ന മക്കൾക്ക് ദാനങ്ങളെ കൊടുത്തു. വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിന് മുഴുവൻ അവകാശത്തെ കൊടുത്തു. ഇത് തന്നെയാണ് വാഗ്ദത്ത സന്തതിയാണോ നീ, നിനക്ക് മുഴുവൻ അവകാശവും. എൻ്റെ കർത്താവ് നിന്നോട് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഇന്ന് കരങ്ങളിൽ പ്രാപിക്കുന്ന ദിവസം ആ മുഴുവൻ അവകാശവും തരത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തതാണ് നിന്റെ സന്തതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് മുഴുവൻ ഒന്നും നഷ്ടമാകാതെ എല്ലാം നിന്റെ കരങ്ങളിൽ ലഭിക്കാൻ പോവാ. ഹല്ലേലൂയ.